അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റവ ഇഡ്ഡലിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് ഗീ എടുക്കാം. ഗീ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് കടുക്, അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്ന കുറച്ച് ജീരകമാണ്. അതേപോലെ നല്ല കറിവേപ്പില നന്നായിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണം, അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് കായം. അപ്പോൾ ഇത് ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് കാഷ്യൂ നട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാഷ്യൂ നട്ട് സത്യത്തിൽ നല്ല ആ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അതേപോലെ കുറച്ച് കോക്കനട്ട് ഓയിലിലോട്ട് ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ് കൂടി ഇട്ടിട്ട് അതുകൂടെ ഒന്ന് ചുമക്കും വരെ ഒന്ന് വറക്കണം കേട്ടോ. വറുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ ഇത് സോട്ടേ ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലാസിൻ്റെ അളവ് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് കാരണം ഇനി ഇതിനകത്തോട്ടുള്ള ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാമേ ഈ അളവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചുമക്കിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് അതിന് നല്ലൊരു മണം വരുമ്പോൾ നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ചൂടാറുമ്പോഴത്തേക്ക് 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് തൈരാണ് എടുക്കേണ്ടത്. അങ്ങനെ ഭയങ്കര കട്ട തൈരൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഇച്ചിരി വെള്ളത്തിൽ ലൂസായിട്ടുള്ള തൈര്, എന്നാൽ ഒരുപാട് ലൂസും ആവാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഒരു 20 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്ത് വെച്ചേക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചേക്കണം. കാരണം ഇത് നമുക്കിനി റവയിലോട്ട് ആഡ് ചെയ്യാനുണ്ട് നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ കുറച്ച് ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ ഇടുകയാണ്. അതിന് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഈ കൊറിയാണ്ടറൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരു രസത്തിന് ഇടുന്നതാണ്, അതിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കും. എന്നിട്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാഷ്യൂ ഒക്കെ ഒരു അലങ്കാരത്തിന് മേളിൽ വെച്ചതാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ചോപ്പിട്ട് കാഷ്യൂ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിന് ഓൾറെഡി കാഷ്യൂവിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല പൂ പോലത്തെ സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ചട്നിയോ ഒന്നും ആവശ്യമില്ല, വെറുതെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റവ ഇഡ്ഡലി.